സോ അവിനാഷ് സർ എന്ന് പറയുന്നത് കന്നഡയിൽ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. തമിഴിലും ഒരുപാട് അത് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് നേരം മുമ്പ് പറഞ്ഞാണ്, അതായത് സാറിൻ്റെ കൂടെ ഒക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ സാറിൻ്റെ കുറേ ഫിലിംസൊക്കെ ഞാൻ കണ്ട് വളർന്നതുകൊണ്ട് എനിക്ക് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. സോ സാറും വളരെ ചില്ലായിരുന്നു. നമുക്ക് ഇനീഷ്യലി കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, ഇപ്പോൾ സാർ എങ്ങനെയാണെന്ന് ആർക്കും പറഞ്ഞില്ല. സോ നമ്മളൊരു സീനിയർ ആക്ടറാണ്, എങ്ങനെ അവർക്ക് എന്തൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കണം അതൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ സാർ വളരെ ചില്ലായിരുന്നു, വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ടായിരുന്നു ഓരോരോ സീൻസും സാറ് വന്നത്. എല്ലായിടത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സാർ ഉണ്ടായിരുന്നത്. സോ പക്ഷെ സാറിന് ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു. സാറിന് കന്നഡ മാത്രമേ അത്രയും, അത് കമ്പയർ ടു മലയാളം ഓർ കന്നഡ എന്ന് പറയുമ്പോൾ സാറിന് കന്നഡ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ കുറേ സീൻസ് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഒരുപാട് സീൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വന്നത് മലയാളത്തിൽ. അപ്പൊ സാർ തമിഴില് ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു. പിന്നെ ഒരു സീനിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മള്, അച്ഛനും മോനും ആണല്ലോ. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തമിഴിലാണ് സാറ് പറയുന്നത്, ഞാനപ്പാട് ആ അപ്പ, മലയാളത്തിൽ അച്ഛന്ന് പറഞ്ഞു ആ അപ്പ, ഓക്കെ അപ്പ, അപ്പം നേരത്തെ വന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാം മിക്സഡ് ആയി പോകും. അവിനാഷ് സാറാണെങ്കിലും സീമ ചേച്ചി ആണെങ്കിലും രണ്ട് സീസൺഡ് ആക്ടേഴ്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവര് ഏതൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അവരത് സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോ പ്രിവ്യൂ കാണുമ്പോഴാണെങ്കിൽ അവര് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല. ഏത് സാഹചര്യത്തിൽ അവർ സിമ്പിൾ ആയിട്ട് അതന്നെ അഡാപ്റ്റ് ചെയ്യും. അത് അവരുടെ ഇത്രയും കാലത്തെ വർഷത്തെ ഒരു പരിചയമാണല്ലോ. അവർക്ക് ക്യാമറ വയ്ക്കുമ്പോൾ അവർക്ക് അറിയാം അവർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടമായ കാര്യം എന്താ വെച്ചാൽ എൻഡ് ഓഫ് ദ ഈ എന്താണ് ഷൂട്ടൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കും അവരും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി. സോ ഞാനും ഇപ്പം അഭിയും ഞാനും മോഹൻ എന്നാണ് മൈൻഡില്, അഭിയും ഞാനും ഇപ്പോ സീമ മാമിനെ വിളിക്കുന്ന അമ്മ തന്നെയാ. മാമെന്ന് വിളിക്കാൻ പോലും സീമമ്മനെ വിടത്തില്ല. സോ അത്രയും നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ആയിട്ട് അങ്ങനെ അത്രയും നല്ലൊരു ടീമായിരുന്നു ഇത് കംപ്ലീറ്റ്ലി ഇത് ക്യാരി ത്രൂ ചെയ്തത്. സോ അത് കാരണം തന്നെ ആ ഒരു ടീം എഫേർട്ട് നമുക്ക് ഇതിൽ വളരെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും, എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന്. അങ്ങനത്തെ ഒരു ഫീൽ. മൂവി ഷൂട്ടാണ്, ടെക്നീഷ്യൻസ് വേറെ, ആർട്ടിസ്റ്റ് വേറെ, ക്രൂ മെമ്പേഴ്സ്, അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി. ടെക്നീഷ്യൻസും വേറെ ലെവൽ ഫണ്ടായിരുന്നു.